സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയിക്കാൻ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ തുടരെ ചർച്ച ചെയ്യുന്നൊരു വിഷയത്തിൻ്റെ ബാക്കി കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോ ചെയ്തപ്പോൾ പറയുകയുണ്ടായി, ഇന്നൊരു വീഡിയോ ഒരു വെളുപ്പിക്കൽ വീഡിയോ അല്ല മെഴുകൽ വീഡിയോ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് കിട്ടിയ ഉടനെ അടുത്ത ദിവസം ഞാൻ നിങ്ങളെ കാണിക്കാമെന്നുള്ളത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ UDF-നോട് വലിയ രീതിയിൽ ഒരു അടുപ്പമുള്ള സ്മൃതീഷൻ എന്ന് പറയുന്ന സ്മൃതി പരുത്തിക്കാട് എന്നൊക്കെ വേറെ പേരുകളിൽ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു ജേർണലിസ്റ്റ്. ശരിക്കും ഇതൊരു ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരിക്കലും ഒരു ജേർണലിസ്റ്റായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തക UDF-ന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് ഓൾവേസ് വിത്ത് ട്രൂത്ത് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലായ്പ്പോഴും സത്യങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു ചാനലാണ് ഈ റിപ്പോർട്ടർ ചാനൽ എന്നാണ് അവർ പറയപ്പെടുന്നത്. അവർ തന്നെ സ്വയമേ പറയുന്നത്. അങ്ങനെ ഒരു ചാനൽ ഒരു മുഖ്യധാര മാധ്യമത്തിൽ വന്നിരുന്നുകൊണ്ട് UDF-ന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ട് നല്ലത് ചെയ്യുന്നൊരു പാർട്ടിയെ താറടിച്ച് കാണിക്കുന്ന ഈ സ്മൃതിയുടെ ആ ഒരു സംസ്കാരം അതിരുവിട്ടപ്പോൾ വയനാട്ടിലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട ഉറ്റവരും ഉടയവരും അടക്കം എല്ലാം കൺമുൻപിൽ ശിഥിലമാക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ അവഹേളിച്ചുകൊണ്ടായിരുന്നു സ്മൃതിയുടെ ചർച്ചകൾ. അതായത് ഭരിക്കുന്ന പാർട്ടി എന്താണ് ചെയ്യുന്നത്, വലതുപക്ഷം എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കമ്പാരിസൺ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഡോക്ടർ അരുൺകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് വയനാട്ടിൽ ഇപ്പോൾ UDF ആയിരുന്നു ഭരിച്ചതെങ്കിൽ ഇന്ന് അവർക്ക് ഈ പറയുന്ന ടൗൺഷിപ്പ് എന്ന് പറയുന്നൊരു പദ്ധതി സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ സ്മൃതിയുടെ കുരു പൊട്ടി. സ്മൃതിയുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ പ്രവർത്തക ഉണർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ആ വയനാട്ടിലെ ജനങ്ങളെപ്പറ്റി അപവാദവും അപരാധവും അതേപോലെ തന്നെ അപഖ്യാതികളും എല്ലാം പറയാനായിട്ട് സ്മൃതിയുടെ വായിൽ നിന്നിങ്ങനെ വിഷം ചീന്തി. അങ്ങനെ വിഷം ചീറ്റിയ സമയത്ത് ഉണ്ടായത് സ്മൃതി പോലും അറിയാതെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു കൊങ്ങിക്കുട്ടി പുറത്തേക്ക് ചാടുകയാണ് ചെയ്തത്, അല്ലേ? ഈ കാര്യങ്ങൾ വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ ഒരു സൈബർ ബുള്ളിങ് എന്നോണം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ തനിക്കെതിരെ വലിയ വിദ്വേഷ ആഹ്വാനങ്ങളും വിദ്വേഷ പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ സ്മൃതി രംഗത്തേക്ക് വന്നു. സ്മൃതി മാത്രമല്ല രംഗത്തേക്ക് വന്നത്, സ്മൃതിയോടൊപ്പം സ്മൃതിയെ വെള്ള പൂശാനായിട്ട് ആ ചാനലിൻ്റെ അണിയറ പ്രവർത്തകരടക്കം, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ ചീഫ് ഡയറക്ടർ അടക്കം, അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റർ അടക്കം, അല്ലെങ്കിൽ ആ ചാനലിൻ്റെ ഫൗണ്ടർ അടക്കം എല്ലാ ആളുകളും രംഗത്തേക്ക് വന്നു. എന്നിട്ട് സ്മൃതി പറഞ്ഞതൊക്കെയായിരുന്നു ശരി. ഇടതുപക്ഷം വയനാട്ടിലെ ജനങ്ങളെ ഇത്രയും കാലം ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് കൊടുക്കേണ്ട ദിനപത്ത കൊടുക്കുന്നില്ല, അവരുടെ വീടുകൾ പണിയുന്നില്ല, പണിഞ്ഞ വീടുകളിൽ പണികളാണ്, വിള്ളലുകളാണ്. ഇപ്പോഴും ആ ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നൊരു പദ്ധതി സാധ്യമായിട്ടില്ല. വിഷുവിന് മുൻപ് കയറ്റി താമസിപ്പിക്കുമെന്ന് പറഞ്ഞെടുത്ത് വിഷുവിന് മുൻപ് വീടിൻ്റെ പണികൾ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ കുറേ വാർത്താ സംഭവങ്ങളുമൊക്കെ ആയിട്ട് ഇവർ രംഗത്തിറങ്ങി. കുറേ റിപ്പോർട്ടുമായിട്ട് ഇവരിറങ്ങി. ഇവരങ്ങനെ വയനാട്ടിൽ പോയിട്ട് അവിടെ ഇവിടെയും കിടക്കുന്ന 2-3 പേരെ കൊണ്ടുവന്നിട്ട് ചേട്ടൻ്റെ വീടിൻ്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ കുറച്ച് കക്കൂസിൻ്റെയും അതേപോലെ തന്നെ ക്ലോസറ്റിൻ്റെയും പിന്നെ ഈ വാഷ് ബേസിൻ്റെ ഒക്കെ ചെറിയ പണികളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ, ബാക്കിയൊക്കെ ഏകദേശമൊക്കെ പൂർത്തിയായി. പിന്നെ എന്താണ് പണി തീരാത്തത്? ബാത്റൂമിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് കുറച്ച് പശയൊക്കെ ഇടാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ പണിയെല്ലാം തീർന്നു. അങ്ങനെയാണ് ഇവർക്ക് റിപ്പോർട്ട് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ എന്തോ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ്. കാരണം ശരിക്കും കൊണ്ടു, കൊങ്ങിച്ചേച്ചിക്ക് ശരിക്കും കൊണ്ടു. ഇടതുപക്ഷത്തിലിരിക്കുന്ന ഒരുപാട് ഇടതുപക്ഷ അനുഭാവികൾ തന്നെ രംഗത്തേക്ക് വന്നിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അർജുൻ ആയങ്കി അടക്കമുള്ള ഒരുപാട് ഇടതുപക്ഷത്തിന് അനുഭാവികൾ രംഗത്തേക്ക് വന്നിട്ട് അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ കൂടി വലിയ രീതിയിലായിരുന്നു സ്മൃതിക്കെതിരെ വിദ്വേഷ ആഹ്വാനങ്ങളും വിദ്വേഷ പരാമർശങ്ങളും സ്മൃതിയുടെ ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ നടത്തിയത്. അപ്പോൾ അതിലെന്തായാലും ഒരാൾക്ക് മനം നോവുമല്ലോ. അങ്ങനെ മനം നൊന്നതുകൊണ്ട് തന്നെയും സ്മൃതിയും സ്മൃതിയുടെ കൂടെയുള്ള ആളുകളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന വയനാട് പോയിട്ടൊരു ഡോക്യുമെൻ്ററി അങ്ങ് സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്ത ഡോക്യുമെൻ്ററിയുടെ കുറച്ച് വീഡിയോസാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നത്. ഇന്നും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വെളുപ്പിക്കൽ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വരുന്നത്. അപ്പോൾ വയനാട്ടിൽ സർക്കാർ പണിത് കൊടുത്ത വീടിന് വിള്ളൽ കൊള്ളാലോ. ഇത് വയനാട്ടിലെ ഓരോ വീട്ടിലും പോയി ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ ക്യാമറ വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. ഓരോ വീടുകളിലും വിള്ളലുണ്ട്. സർക്കാരെ നിനക്കുള്ള പണി ഇതെൻ്റെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ് കേട്ടോ, ഇപ്പോൾ ഞാൻ തരാടാ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കും വന്നു. എന്നിട്ട് അതിന് വന്ന വീഡിയോ എന്താണ്? ആ വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം, നോക്കിയോ. ഇപ്പോൾ കളക്ടർ അടിയന്തരമായി യോഗം വിളിച്ചിരിക്കുന്നു. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു? ഇപ്പോൾ 2 വർഷമായി 770 കോടിയിലധികമാണ് ജനം പിരിച്ചു നൽകിയത്. അതിൽ എത്ര കോടി ശരിക്കും കുരു പൊട്ടി. 178 വീടുകൾ ആദ്യഘട്ടത്തിൽ, 410 വീടുകൾ പൂർണ്ണമായും എന്നൊക്കെ ആവർത്തിച്ച് പറയുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമായി അത് ഉയർത്തുകയും അപ്പുറത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ചില്ല എന്നുള്ള വാദം ഉയർത്തുകയും ചെയ്ത ആളുകളെ ഇപ്പോൾ കാണാനാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, ഇപ്പോൾ ഈ വീട് നിർമ്മാണം വൈകുന്നു, ഉണ്ടാക്കിയ വീടുകളുടെ പിഴവുകളടക്കം പുറത്തു വരുമ്പോൾ എന്താണ് നമുക്ക് അറിയാനാവുന്നത് രഞ്ജിത്ത്? സ്മൃതി, തീർച്ചയായിട്ടും ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ അതിന്റെ ഒരു സ്ട്രക്ചർ പൂർത്തിയാക്കി എന്നതിനപ്പുറത്തേക്ക് ആ വീടുകളിൽ താമസിക്കാൻ ആവശ്യമായ അമ്യൂണിറ്റീസ് പൂർത്തി
പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അവിടുത്തെ വൈദ്യുതി, കുടിവെള്ളം, റോഡ് തുടങ്ങിയ മാലിന്യ സംസ്കരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പൂർത്തീകരണത്തിന്റെ സാവകാശം ഇനിയും ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്ന ഊരാളുങ്കലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി പറയുന്നത് സർക്കാർ പറയുന്ന നിബന്ധന പ്രകാരം 2 ഗുണനിലവാര പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഒന്ന് ഇതിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് ഇതിന്റെ പ്രഷർ ടെസ്റ്റുമാണ്, ഇതിന്റെ ബലവുമായി ബന്ധപ്പെട്ടതുമാണ്. ഇപ്പോൾ ചോർച്ചയുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുകയും ചിലയിടങ്ങളിൽ ചോർച്ച കണ്ടെത്തുകയും അത് ഡ്രൗട്ടിങ്ങിലൂടെ പരിഹരിച്ച് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം അതിന്റെ പ്രഷർ ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്, അതിന്റെ ഉറപ്പ് പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരിശോധന ഗുണനിലവാര പരിശോധന ഉള്ളതുകൊണ്ടാണ് കാലതാമസം എന്നുള്ളൊരു വിശദീകരണമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി നൽകുന്നത്. ആ ഗുണനിലവാര പരിശോധന ഉൾപ്പെടെ നടത്തി 3 ആഴ്ച കൊണ്ട്, എന്ന് പറഞ്ഞാൽ മെയ് ആദ്യ വാരത്തിൽ ഇതിന്റെ നിർമ്മാണം പൂർണ്ണമായും നടത്തി അത് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ് ഊരാളുങ്കൽ കണക്കാക്കുന്നത്. ഇന്ന് ജില്ലാ കലക്ടർ വിളിച്ച യോഗത്തിൽ അത് പറയുകയും ആ ഒരു അവസാന തീയതിയായി മെയ് ആദ്യ വാരത്തിൽ ഒരു തീയതി കണ്ടില്ലേ, കഴിഞ്ഞില്ല. ഇനി ഇത് കഴിഞ്ഞപ്പോൾ നേരെ അടുത്തൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്, ഞാൻ അതുകൂടെ കാണിച്ചു തരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ട്രോമ ICU വാർഡുകളിൽ ദുരിതം തുടരുകയാണ്. തുണി ഉപയോഗിച്ച് കെട്ടിമറച്ചാണ് ICU വാർഡുകളുടെ പ്രവർത്തനം. തീപിടുത്തമുണ്ടായ ICU വാർഡ് ഇനിയും കണ്ടില്ലേ, ഈ 2 വാർത്തകളും കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞാനത് കുറച്ചേ കാണിച്ചുള്ളൂ, അത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. സ്മൃതി പരുത്തിക്കാടിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ, അതിൻ്റെ അത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് ആരോടുള്ളൊരു വൈരാഗ്യം തീർക്കുകയാണ്? ഇടതുപക്ഷത്തിനോടൊരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് വലതുപക്ഷത്തിൻ്റെ ഒരു അടിമ സംസാരിക്കുന്ന ഒരു കാര്യമായിട്ടല്ലേ നിങ്ങൾക്ക് തോന്നി? എനിക്കൊരിക്കലും ഒരു ജേർണലിസ്റ്റ് വന്നിട്ട് ഈ നാട്ടിലെ അനീതിക്കെതിരെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെന്നേ. എൻ്റെ പൊന്ന് സ്മൃതി ചേച്ചി, നിങ്ങൾ പറയുന്ന ഒന്നും കേട്ടിട്ട് എനിക്ക് ഈ നാട്ടിലെ അനീതിക്കെതിരെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടോ അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു പൗരനായിട്ടോ അല്ലെങ്കിൽ ഒരു പൗരത്വമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആർക്കോ വേണ്ടിയിട്ട് പണിയെടുക്കുകയാണെന്ന് പറയാനായിട്ട് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കൊങ്ങികൾക്ക് വേണ്ടിയിട്ടാണ്. ആ കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ള കൊങ്ങിണി ചേച്ചി സ്മൃതീഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും വിളിപ്പേരിൽ നമ്മൾ വിളിക്കുന്ന സ്മൃതീഷൻ. എന്തൊരു കഷ്ടമാണല്ലേ, ഇത്രയും കാലം ഇടതുപക്ഷത്തിനോട് വലിയ രീതിയിൽ അടുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനെ പറ്റി കുറ്റം പറയുകയും അതേസമയം വലതുപക്ഷത്തിനെ പറ്റി ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന സ്മൃതി. ഈ സ്മൃതി ഇതുവരെയും ആ വയനാട്ടിലെ ആ ജനങ്ങളുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടില്ല. ഒരമ്മയുണ്ട് അല്ലേ, ആ അമ്മയുടെ 3 മക്കളുമാണ്. അതായത് 3 മക്കളെന്ന് പറയുമ്പോൾ അധികം പ്രായമൊന്നുമുള്ള മക്കളൊന്നുമല്ല, എല്ലാം ഒരു 5 വയസ്സിന് താഴെയുള്ള മക്കളാണ്. ആ മക്കളെയാണ് പ്രകൃതിയുടെ ദുരന്തത്തിൽ അല്ലെങ്കിൽ പ്രകൃതി ഉറഞ്ഞു തുള്ളിയപ്പോൾ നഷ്ടമായത്. അങ്ങനെ നഷ്ടപ്പെട്ട ആ അമ്മ അടക്കമുള്ള ആ ചേച്ചി അടക്കമുള്ള ആളുകളെ ഇവള് പറഞ്ഞത്, ഈ സ്മൃതി എന്ന് പറയുന്ന സ്മൃതീഷൻ എന്ന് പറയുന്ന കൊങ്ങിക്കുട്ടി പറഞ്ഞത് PR ആണെന്നാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ PRകളാണ് ഈ വന്ന് നിന്ന് കരഞ്ഞ് ഈ പൂങ്കണ്ണീര് കൊഴിക്കുന്നവരെന്നൊക്കെയാണ്. അങ്ങനെ പറഞ്ഞ് ഒരുത്തി ഇന്ന് പറയുകയാണ് എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല, ഇടതുപക്ഷത്തിനോട് എനിക്ക് ഒരു ദേഷ്യമില്ല. ഇടതുപക്ഷത്തിലെ കുറേ ആളുകൾ എന്തൊക്കെയോ പറയുന്നത്, അതൊന്നും വലിയ കാര്യമാക്കണ്ട, ഞാൻ വയനാടുകാർക്കൊപ്പമാണ്, എന്നോട് വയനാടുകാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണെന്ന്. എന്തൊരു മെഴുകലാണല്ലേ. അതിൻ്റെ വെളുപ്പിക്കൽ വീഡിയോ, ഞാൻ ഈ 2 വീഡിയോ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഇത് ആരോടുള്ള ഒരു വാശി തീർക്കാനാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ശരിക്കും സ്മൃതിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ TV ഒന്നടങ്കം ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് സ്മൃതിയുടെ വെളുപ്പിക്കൽ വീഡിയോസ് കുറച്ച് ഓരോന്നോരോന്നായിട്ടൊന്ന് കാണാം. ആ വെളുപ്പിക്കൽ വീഡിയോസിലൊക്കെ എങ്ങനെയാണ് ഞാൻ ദുരന്തബാധിതരെ അവഹേളിക്കുന്നത്, ഞാൻ അവർക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്. അതുപോലെ കുറേ വീഡിയോസ് ഉണ്ട്, ഞാൻ അതിൽ കുറച്ചൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. എങ്ങനെയാണ് ദുരന്തബാധിതരെ അവഹേളിക്കുന്നത്? ഞാൻ ദുരന്തബാധിതർക്കൊപ്പമാണ്. അവരുടെ നിസ്സഹായ അവസ്ഥ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തുടക്കം മുതൽ തോന്നിയിട്ടുള്ള കാര്യം. ഈ വയനാട് ദുരന്തം നടന്നതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ ജനം പ്രതികരിച്ചിട്ടുണ്ട്. ജനം പ്രതികരിക്കാന്ന് വെച്ചാൽ സഹായങ്ങളായി പ്രതികരിച്ചിട്ടുണ്ട്. ആ ദുരന്ത മുഖത്ത് തന്നെ നമ്മൾ കണ്ടതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് SFI ആവട്ടെ, DYFI ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, KS ആവട്ടെ, എല്ലാവരും തന്നെ ഉണർന്നിറങ്ങി ആ മണ്ണിൽ ഇറങ്ങിയ ആളുകളെ തിരയുന്ന ആ കാഴ്ച, അത് മനുഷ്യത്വത്തിന് ഏറ്റവും മനോഹരമായ ദൃശ്യമായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, ആ 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായി കണ്ടറിഞ്ഞ കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJPയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം എന്താണ്, നമ്മളെല്ലാവരും പണം പിരിച്ചു നൽകുന്ന സർക്കാർ ഈ വയനാട് ദുരന്തത്തിലേക്ക് മാത്രമായിട്ട് 700 കോടിയിലധികം നമ്മൾ പിരിച്ചു നൽകിയിട്ടുണ്ട്. ഞാനും ജിഷ്ണു ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വളരെ വേഗം വീടുകൾ വരുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് സർക്കാരിൽ നിന്ന് കേൾക്കുന്നു.
പക്ഷേ പലപ്പോഴും അവർ വാടക വീടിൽ കഴിയുന്നവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് കൃത്യമായി മാസം കൊടുത്തിരുന്ന തുക കിട്ടിയിരുന്നില്ല എന്നും സഹായവുമായി ബന്ധപ്പെട്ട് വീടുകൾ എവിടെയായിരിക്കും എന്നുള്ള ആശങ്ക തുടക്കകാലത്തുണ്ടായിരുന്നതാണ്. പിന്നീട് സർക്കാർ ഇവർക്കൊക്കെ ഒരുമിച്ച് താമസിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നെന്ന് പറയാം. ശരി, അത് നന്നായി വേഗത്തിലാവുന്നെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ 2 കൊല്ലമായി അപ്പോൾ അതിൽ കുറച്ചു പേർ നമുക്ക് വീട് വേണ്ട, ഞങ്ങളായിട്ട് പോയി നിർമ്മിച്ചോളാന്ന് പറഞ്ഞാൽ അവർക്ക് 15 ലക്ഷമാണ് കൊടുത്തത്. ബാക്കിയുള്ളവർക്ക് 700 കോടിയിലധികം കൊടുത്തതെന്ന് ഓർക്കണം. അപ്പൊ ഈ ബാക്കിയുള്ളവർക്ക് 15 ലക്ഷം എന്നുള്ള കണക്ക്, 15 കൊടുത്താൽ മതി എന്നുള്ള കണക്ക് എങ്ങനെയാണ് സർക്കാർ തീരുമാനിക്കുക എന്നുള്ള അറിയണം. ഒന്ന്, അതിൽ 410 വീടുകളാണ് സർക്കാർ നിർമ്മിച്ചു നൽകുന്നത്. അതിൽ 178 പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മാർച്ച് 1 താക്കോൽ കൊടുക്കുന്നത്. ആ താക്കോൽ കൊടുക്കുന്ന വലിയൊരു ചടങ്ങായി, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് വലിയ ചടങ്ങായി തന്നെ എല്ലാവരും തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. ആ 178 വീട്ടുകാർ ഞങ്ങളിതാ ഉടനെ താമസിക്കാൻ പോവുകയാണെന്ന ആശ്വാസത്തിലായിരുന്നു. വീടുകൾ നമുക്ക് പുറമേ നോക്കിയാൽ എല്ലാം നിർമ്മാണം പൂർത്തിയായ വീടുകൾ തന്നെയാണ്, സൗകര്യമുള്ള വീടുകളാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ അവിടെ വീടിന് എന്താണ് അടിസ്ഥാനപരമായി വെള്ളം, വെളിച്ചം, അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ആയിട്ടില്ല. അതായത് ഇപ്പോഴും, അതായത് കഴിഞ്ഞ ദിവസം വിഷുവാണ്, വിഷു ദിവസവും അവർ വാടക വീട്ടിലാണ്. ഇതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഈ ജേർണലിസ്റ്റ് ആയിട്ടുള്ള സ്മൃതിക്ക് ഈ അറിവുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? അതൊരു ചോദ്യമാണല്ലേ. അതേപോലെ തന്നെ ഇത് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് സ്മൃതി ചോദിക്കുന്നത്. അതായത് ഇത്രയും നാളും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സർക്കാർ ചെയ്തതെന്നും സർക്കാരിന് കിട്ടിയിരിക്കുന്ന ഇത്ര രൂപയാണെന്നും ആ രൂപയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സർക്കാർ പലരെയും വഞ്ചിക്കുകയാണെന്നും വിഷുവിന് മുൻപ് വരെ കിട്ടിക്കൊണ്ടിരുന്ന ദിനപത്തെ അടക്കമുള്ള അവരുടെ പല കാര്യങ്ങളും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് സ്മൃതി മെഴുകുന്നത് എന്തിനാണ്, അല്ലെ എങ്ങനെയാണ് ഇങ്ങനെ മെഴുകാൻ സാധിക്കുക? ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് അടക്കമുള്ള 24 ന്യൂസ് അടക്കമുള്ള ഒരാളുകൾക്കും കിട്ടാത്ത ഒരുപാട് രേഖകൾ സ്മൃതിയുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എങ്ങനെ കിട്ടുകയാണ്? പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ കൊടുത്തായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഞങ്ങളുടെ കുട്ടിയല്ലേ മോളെ നീ, നിനക്ക് വേണ്ടി ഞങ്ങൾ വാർത്ത തരാം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ സ്മൃതീഷൻ അവിടെ വന്നിരുന്ന് അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാനല്ല നാടകം കളിച്ചത്, അല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങളല്ല നാടകം കളിച്ചത്, ഇടതുപക്ഷ സർക്കാരാണ് ആ പാവങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വീട് വെച്ച് നൽകാതെ 15 ലക്ഷം വെച്ച് വീട് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള ആളുകളുടെ വീട് എവിടെ, വീടിന് വേണ്ടി കൊടുത്ത പൈസ എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മെഴുകുന്നത്. ഇതിൽ ആദ്യ ഘട്ടമായിട്ട് 170 വീടുകൾ പണിത് കൊടുക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള വീടുകളൊക്കെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ആ വയനാട്ടിലെ ജനങ്ങൾക്കില്ലാത്ത വിഷമമാണ് സ്മൃതീഷിനുള്ളത്. ആ സ്മൃതിക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആ രീതിയിലുള്ള കുരുപൊട്ടലുകളാണ്. അങ്ങനെ കുരുപൊട്ടി ഇങ്ങനെ മെഴുകിയാണ് പല രീതിയിൽ ചർച്ചകളുമായിട്ട് സ്മൃതി പറയുന്നത്. ഇനി സ്മൃതിയോട് എന്തുകൊണ്ട് ദുരന്ത ബാധിതരുടെ അടുത്ത് മാപ്പ് പറഞ്ഞില്ല എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ സ്മൃതി മെഴുകുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അവിടെ കാണിച്ചു തരാം. ഈ ദുരന്ത ബാധിതരോട് എന്തുകൊണ്ട് സ്മൃതി പരുത്തിക്കാട് മാപ്പ് പറയുന്നില്ല എന്ന ചോദ്യം. ദുരന്ത ബാധിതരെ ഞാൻ അപമാനിച്ചാലല്ലേ അവരോട് മാപ്പ് പറയണ്ടു? ഞാൻ അന്ന് സംസാരിക്കുമ്പോഴും നമ്മുടെ നമ്മളിപ്പം വലിയ ആൾക്കാരൊന്നും ആയിട്ടല്ല കേട്ടോ. നമ്മൾ ഈ പരിപാടിയുടെ സ്വഭാവം കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നത്. ഉടനെ അഭിസംബോധന ചെയ്യുകയാണ് അവർ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ചില ബുദ്ധിജീവികളുമുണ്ട്. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഞാൻ അവരോടാണ് സംസാരിച്ചത്, എനിക്ക് അവരോടേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊന്നും തോന്നേണ്ട കാര്യം ഞാൻ നിങ്ങളെയല്ല പറഞ്ഞതെന്ന് ഞാൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഒരൊറ്റ ആളുടെ ബൈറ്റ് എടുത്തുകൊണ്ട് മോശമാക്കിയപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തത്. അവർക്ക് എന്നോട് പിണക്കമില്ല, പിന്നെ ഞാൻ ആരോട് മാപ്പ് പറയണം? അതായത് ആ നാട്ടിലെ വയനാട്ടിലെ ജനങ്ങളെ പറ്റി ഇവള് പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാട്ടിലെ ഈ സർക്കാരിനെ കാണാൻ വേണ്ടിയിട്ട് വന്ന ആളുകളെല്ലാം സർക്കാരിൻ്റെ PR വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നാണ്. അതായത് ആ മക്കളെ നഷ്ടപ്പെട്ട അമ്മയടക്കമുള്ള എല്ലാ ആളുകളും PR ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ സ്മൃതി പറയുകയാണ്, എന്നോട് അവിടെയുള്ള ആർക്കും ഒരു വെറുപ്പുമില്ല, ദേഷ്യവുമില്ല, ഞാൻ പിന്നെ എന്തിനാണ് അവരോട് മാപ്പ് പറയേണ്ടത്, അല്ലെങ്കിൽ ഞാൻ അവരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ മാപ്പ് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മെഴുകുന്നത്. അപ്പോൾ ഇങ്ങനെ സ്മൃതി അല്ല അവിടെ ഒന്നും പറഞ്ഞത്, എല്ലാം പറഞ്ഞത് ഈ നാട്ടിലെ ഇടതുപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളും മറ്റുള്ള ആളുകളുമാണ്. കേട്ടവരും കണ്ടവരും എല്ലാം മണ്ടന്മാരാണ്, സ്മൃതി പറഞ്ഞതാണ് എല്ലാം സത്യം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന റിപ്പോർട്ട് ചാനൽ ഇപ്പം മെഴുകി വെള്ള പൂശി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റ് വാഷ് അടിച്ചടിച്ചത് എങ്ങോട്ടെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഞാൻ എടുത്ത് ചോദിക്കുകയാണ്. എന്തായാലും സ്മൃതിയുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നുവെന്നും സ്മൃതി എന്തിനു വേണ്ടിയാണ് അങ്ങനെ സംസാരിച്ചതെന്നും ആർക്കു വേണ്ടിയാണ് സംസാരിച്ചതെന്നുമൊക്കെ ഈ പ്രബുദ്ധ കേരളത്തിലെ ചോറ് തിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. 4 നേരം അല്ലെ 3 നേരം അരിയാഹാരം തിന്ന് ജീവിക്കുന്ന ആളുകൾക്കും വയനാട്ടിലെ ജനങ്ങൾക്കും മനസ്സിലായി എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ കൂടുതൽ മെഴുകി വെറുതെ ഇങ്ങനെ പറഞ്ഞ കാര്യത്തിനെ മറച്ചുകൊണ്ട് അല്ലെ പറഞ്ഞ കാര്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് വേറെ രീതിയിൽ പോയിട്ടൊന്നും കാര്യമില്ല സ്മൃതി. നീ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കാണിച്ചാലും എന്തൊക്കെ കരച്ചിൽ കള്ളക്കണ്ണീര് പൂങ്കണ്ണീരൊഴുക്കിയാലും നിന്റെ ഉള്ളിലുള്ള വൃത്തികേടുകളും നിന്റെ ചിന്താഗതികളും എല്ലാം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി.
ഇനിയും ജനങ്ങൾ ആ രീതിയിൽ മാത്രമേ നിന്നെ കാണുകയുള്ളൂ. നീ എന്നല്ല, നീ അടക്കമുള്ള നിൻ്റെ കൂട്ടത്തിലുള്ള കൊങ്ങിക്കുട്ടന്മാരെ എല്ലാ ആ രീതിയിലേ കാണുകയുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് പിരിച്ച കുറേ കാശുകൾ ഞങ്ങൾ വീട് വെച്ച് നൽകിക്കോളാം, CMDRFിലേക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊങ്ങികളുടെ കൂട്ടത്തിലുള്ളവരും കുറച്ച് സംഖ്യകളും കളിച്ചപ്പോൾ വലിയ മെഴുകലുകളൊക്കെ ആയിരുന്നു. എന്നിട്ട് ആ പറഞ്ഞ വീടൊക്കെ എവിടെയാണ് സ്മൃതീഷ? സതീശൻ ജി അടക്കമുള്ള ആളുകൾ പറഞ്ഞ വീട് എവിടെയാണ്? വല്ല കണക്കുമുണ്ടോ? ആട് പോയ വഴിക്ക് ആടിൻ്റെ പൂട പോലും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്നിട്ട് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഇടതുപക്ഷ സർക്കാർ സാക്ഷാത്കരിച്ചു കൊടുത്തിരിക്കുന്ന പദ്ധതിയിൽ പോയിട്ട് വീടിൻ്റെ അവിടെ ചെറിയ ഊട്ടയുണ്ട്, ചെറിയ വിള്ളലുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നാണമാവില്ലേ സ്ത്രീയെ എന്ന് മാത്രമേ എനിക്കിവിടെ ചോദിക്കാനുള്ളൂ. എന്തായാലും മെഴുകലുകൾ പല രീതിയിൽ, പല വിധത്തിൽ, പല സമയങ്ങളിൽ, പല രീതിയിലൊക്കെ പലരെയും വെച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. എന്തൊക്കെ നടത്തിയാലും സ്മൃതിയുടെ കള്ളക്കണ്ണുനീരും സ്മൃതിയുടെ കപട മുഖവും വലിച്ചു കീറാനായിട്ട് നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ഓക്കെ ബൈ.